നമസ്കാരം. തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയ മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് മമതയെ കഴുത്തിൽ തൂക്കിയെടുത്ത് പുറത്തു കളഞ്ഞു. അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പോലും തൃണമൂൽ കോൺഗ്രസിന് ഇതാ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇനി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് പോലും കഴിഞ്ഞ 15 കൊല്ലത്തോളം പശ്ചിമ ബംഗാളിനെ അടക്കി ഭരിച്ച മമതാ ബാനർജി, ഏകാധിപതിയെ പോലെ പശ്ചിമ ബംഗാളിനെ നിശബ്ദമാക്കിയ മമതാ ബാനർജി അവിടെ ഇനി ഇല്ല. പൂർണ്ണമായും എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ അധികാരങ്ങളും അവർക്ക് നഷ്ടപ്പെടുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാര്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഋതപ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം TMC നേതാക്കന്മാരും പ്രവർത്തകരും TMCയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുകയും അവിടെ ഉണ്ടായിരുന്ന ചന്ദ്രിക ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അവിടെ നിന്ന് ഇറക്കി വിട്ടുകൊണ്ട് അവിടെ അധികാരം സ്ഥാപിക്കുകയുമായിരുന്നു. പുതിയ സംസ്ഥാന കാര്യാലയത്തിൽ പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ ഫ്ലക്സ് ബോർഡ് കൂടി സ്ഥാപിച്ചതിന് ശേഷമാണ് അവർ മടങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ തങ്ങളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ യഥാർത്ഥ അധികാരികൾ, അതിൻ്റെ ആസ്തികളടക്കം തങ്ങൾക്ക് സ്വന്തമാണ് എന്ന തെളിവ് സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ വിധി ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും ഇതോടുകൂടി മമതാ ബാനർജിയുടെ അടിവേര് കൂടി ഇറത്തിരിക്കുകയാണ് ഋതപ്രത ബാനർജി എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. പശ്ചിമ ബംഗാളിൽ ഇനി ഒരു കാരണവശാലും മമതയ്ക്ക് ഒരു മടങ്ങി വരവ് അസാധ്യമായ കാര്യം തന്നെയാണ്. മമതയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പ്രവർത്തനം നടത്തിയിരുന്ന ഭീകരവാദികൾ എല്ലാവരും തന്നെ പശ്ചിമ ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഒഴിഞ്ഞുപോയി, ഒളിച്ചോടി. SIR വന്നപ്പോൾ തന്നെ തങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടും എന്ന ബോധ്യമായതോടുകൂടി മമതാ ബാനർജി തന്നെ തുറന്നു വച്ചിരുന്ന 600 കിലോമീറ്ററോളം കമ്പിവേലി കെട്ടാത്ത അതിർത്തിയിലൂടെ, തുറന്ന അതിർത്തിയിലൂടെ അവർ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തു. അവർ പലായനം ചെയ്തതിന് പിന്നാലെ സുവേന്ദു അധികാരി അവിടെ കമ്പിവേലി വെച്ച് അടയ്ക്കുവാനുള്ള എല്ലാ സഹകരണങ്ങളും BSFന് ചെയ്തു കൊടുക്കുകയും അതിനെ മൗനമായി നോക്കി നിൽക്കേണ്ടി വന്നു ബംഗ്ലാദേശിൽ നിന്ന് ഈ ഭീകരവാദികൾക്ക്. ഭീകരവാദികൾ, ഈ നുഴഞ്ഞുകയറ്റക്കാർ എല്ലാവരും ഭീകരവാദികൾ എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. അവരിൽ ഒരു വലിയ ഭാഗം ഭീകരവാദ പ്രവർത്തനത്തെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ 15 കൊല്ലക്കാലത്തോളം പശ്ചിമ ബംഗാളിനെ മമതാ ബാനർജി അടക്കി ഭരിച്ചതും. അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള ഒരു മതസ്വാതന്ത്ര്യവും അനുവദിക്കപ്പെടാതെ, എന്തിന് ജയ് ശ്രീറാം വിളിക്കാൻ പോലും അധികാരമില്ലാത്ത രീതിയിൽ അവരെ തളച്ചിടുന്നു എന്ന രീതിയിൽ, ദുർഗാപൂജ നടത്തുവാനുള്ള അധികാരം കൊടുക്കാത്ത, അവകാശം കൊടുക്കാത്ത രീതിയിൽ അവരെ തളച്ചിട്ടുകൊണ്ട് കഴിഞ്ഞ 15 കൊല്ലക്കാലം പശ്ചിമ ബംഗാൾ മമതാ ബാനർജി അടക്കി ഭരിച്ചിരുന്നുവെങ്കിൽ അവരിതിന് പലിശയുടെ പലിശയും ചേർത്ത് തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 എത്രയധികം ജീവനുകളാണ് പശ്ചിമ ബംഗാളിൽ നഷ്ടപ്പെട്ടത്. കണക്കിൽ തന്നെ ഏകദേശം 21 ആൾക്കാരാണ് മരിച്ചു വീണത്. അതിലും എത്രയോ ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ടു. സ്ത്രീകൾ പലരും പീഡിപ്പിക്കപ്പെട്ടു. അങ്ങനെ പലതരത്തിലാണ് പശ്ചിമ ബംഗാൾ തൃണമൂൽ കോൺഗ്രസ്സുകാർ ഇത്തരം സാധാരണ മനുഷ്യരെ ദ്രോഹിച്ചത്. അവരിൽ ആരെങ്കിലും തന്നെ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള തന്ത്രങ്ങൾ പോലും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിൽ വോട്ടിംഗ് മെഷീനിൽ വിക്സ് തേക്കുക, ചില പ്രത്യേകതരം സുഗന്ധദ്രവ്യങ്ങൾ തേക്കുക, അത് കഴിഞ്ഞാൽ വോട്ട് ചെയ്ത് മടങ്ങിയെത്തുന്ന ആൾക്കാരുടെ കൈ മണത്ത് നോക്കിയതിന് ശേഷം ഇവർ BJPക്കാണ് വോട്ട് ചെയ്തതെന്ന് ഉറപ്പാക്കിയിട്ട് അവരെ മർദ്ദിക്കുക എന്ന്, അങ്ങനെ പല തരത്തിലായിരുന്നു ശിക്ഷാവിധികൾ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സുകാർ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഗുണ്ടകളുടെ നേതൃത്വത്തിലായിരുന്നു പശ്ചിമ ബംഗാളിനെ കഴിഞ്ഞ 15 വർഷക്കാലം മമത ഭരിച്ചിരുന്നത്. മമതയുടെ നേതാക്കന്മാരായിട്ടുള്ള MLA-മാരായിക്കോട്ടെ, കൗൺസിലർമാരായിക്കോട്ടെ, അവർ പലരും ഗുണ്ടാ നേതാക്കന്മാരായിരുന്നു. ബ്രോത്തലുകൾ, വേശ്യാലയങ്ങൾ അടക്കം അവർ നടത്തിക്കൊണ്ട് വരികയായിരുന്നു. ഇതിനെയൊക്കെയും മൗനാനുവാദം മമതയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് നൽകിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായ ഒരു വസ്തുത. ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഒരു മുഖ്യമന്ത്രി അരാജകത്വത്തിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 15 കൊല്ലക്കാലം പശ്ചിമ ബംഗാളിൽ കണ്ടത് എങ്കിൽ അതൊക്കെയും ഇപ്പോൾ തിരുത്തപ്പെടുകയാണ്.
പശ്ചിമ ബംഗാൾ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ വികസനത്തിന്റെ പുതിയ പാതയിലൂടെ പശ്ചിമ ബംഗാൾ കുതിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അവിടെ ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്.